വാട്സാപ്പിൽ വന്ന കല്യാണക്കത്ത് ഡൗൺലോഡ് ചെയ്തതോടെ ബംഗളൂരു സ്വദേശിക്ക് നഷ്ടമായത് 5 ലക്ഷം രൂപയാണ്. കല്യാണക്കത്ത് എന്ന വ്യാജേന അയച്ച APK ഫയൽ ഓപ്പൺ ചെയ്തതിലൂടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാർ ഏറ്റെടുത്തു. അങ്ങനെ 5 ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു. KB ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ പണം ചോദിച്ച് അങ്ങനെ അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റിലൂടെ ഈ രീതിയിലൊക്കെയായിരുന്നു ഇത്രകാലം തട്ടിപ്പുണ്ടായത്. ഇതിപ്പോ വിശ്വസിച്ചൊരു കല്യാണക്കത്ത് പോലും തുറന്നു നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മളിപ്പോ വേണ്ടപ്പെട്ടവരാരോ അയച്ചതാണ് എന്നുള്ള ധാരണയിലായിരിക്കുമല്ലോ തുറന്നു നോക്കുക. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ തട്ടിപ്പുകാരെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോ? തട്ടിപ്പിന്റെ പല രീതികളാണ് ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ഈ ഡിജിറ്റൽ ലോകത്ത് നമ്മൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ അറസ്റ്റ് വഴി പണം നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പണ്ടൊക്കെ നമുക്കറിയാം OTP ബാങ്കിൽ നിന്നാന്ന് പറഞ്ഞ OTP ചോദിച്ചുകൊണ്ട് OTP പറഞ്ഞു കൊടുക്കുമ്പോൾ പണം നഷ്ടപ്പെടുകയായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന്റെ തട്ടിപ്പുകാർ കൂടുതൽ ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയെന്ന് വേണം പറയാൻ. ഇത് ബാംഗ്ലൂരുവിലെ ഒരു വ്യവസായിയായിട്ടുള്ള നൂർ നഹീദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് അദ്ദേഹമാണ് തട്ടിപ്പിനിരയായത്. 5 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത്. അതായത് ഒരു ദിവസം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു കല്യാണക്കത്ത് വരുന്നു. അത് ബിസിനസ്സുകാരാണ്, നിരവധി ആളുകൾ ആയിട്ട് ബന്ധമൊക്കെ ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ കല്യാണം ക്ഷണിക്കാനാവുന്നൊക്കെ വിചാരിച്ച് അദ്ദേഹം ആ ലിങ്ക് തുറന്നു. അത് തുറക്കുമ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ വിവാഹമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. അതിന് താഴെ ഒരു ലിങ്ക് കൂടിയുണ്ട്. ആ ലിങ്ക് APK ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം അത് തുറന്നു. അതായത് കൂടുതൽ ഇതിന്റെ വിശേഷങ്ങൾ, അതായത് വിശദാംശങ്ങൾ, ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ഈ ലിങ്ക് തുറക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം അത് തുറന്നോടുകൂടി തന്നെ ഈ ഫോണിന്റെ നിയന്ത്രണം ഈ തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് പോവുകയാണ്. അതായത് ക്യാമറ ആക്സസ്, അതുപോലെ മറ്റ് ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള ആപ്പുകളിലേക്കുള്ള ആക്സസ് തുടങ്ങിയെല്ലാം ഈ തട്ടിപ്പുകാർ എടുത്തു. പുലർച്ചെ ഏതാണ്ട് അന്ന് ആ തലേദിവസം യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. പുലർച്ചെ ഏതാണ്ട് 5 മണിയോടൊക്കെ ഇടയിലാണ് അതായത് ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്താണ് ഈ പണം പോയി എന്നുള്ള കാണിച്ചുകൊണ്ടുള്ള മെസ്സേജ് വരുന്നത്. ഏതായാലും ഉടൻ തന്നെ ഈ സൈബർ പോലീസിലൊക്കെ പരാതി നൽകി. പക്ഷെ പണം ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. തട്ടിപ്പുകാർ ആരാണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഏതായാലും ഇതൊരു മുന്നറിയിപ്പാണ്. നമ്മുടെ ഫോണിലേക്ക് വരുന്ന ഇത്തരത്തിൽ ഒരുപാട് ലിങ്കുകൾ വരാം. എല്ലാ ലിങ്കിലും ഒറ്റ ക്ലിക്ക് മതി നമ്മുടെ ജീവിതം ആകെ താറുമാറാവാൻ എന്നുള്ളത് കൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം. നമ്മുടെ എല്ലാ വിവരങ്ങളും അങ്ങനെ അങ്ങ് തട്ടിയെടുത്ത് കൊണ്ടുപോകാനായി. ഇവിടെ ഇപ്പോൾ ഒരു കല്യാണക്കത്തായിരുന്നു, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അതിനും ഇങ്ങനെ ഒരു കള്ളത്തരം ഉണ്ട് എന്നുള്ളത്. പക്ഷേ അതിലും നമ്മൾ ജാഗ്രത വേണം. കാരണം നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവരുടെ നമ്പറിൽ നിന്ന് വരുന്ന മെസ്സേജുകളാണെങ്കിൽ മാത്രം തുറന്നു നോക്കുക. ഒരുപക്ഷെ അതുപോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. OTP തട്ടിപ്പിനും സോഷ്യൽ മീഡിയ വഴിയുള്ള തട്ടിപ്പിനും മറ്റു വെർച്വൽ അറസ്റ്റിനും ഒക്കെ ശേഷമുള്ള അടുത്ത തട്ടിപ്പിന്റെ രീതിയാണ്. അപ്പോൾ ഒരു ജാഗ്രത ഉണ്ടായിക്കൊള്ളുക. നമ്മൾ സ്വയം നമ്മളെ ഒന്ന് നിയന്ത്രിക്കുക. ഈ ഒരു ലിങ്ക് കണ്ട ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുക, പ്രശ്നം ഉണ്ടാകില്ലല്ലോ എന്നുള്ളത്. എന്നിട്ട് മാത്രം അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക.